റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രത്തോളം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അവസാനത്തെ 2-3 ദിവസത്തെ സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു കാര്യം മാത്രം ഉറപ്പാണ്. തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത ചില മാസത്തിൽ തന്നെ അവസാനിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ അങ്ങനെ അവസാനിക്കുന്നതിന് മുൻപ് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു? ഈ കോളനി ആധിപത്യം എന്ന വാക്ക് നമുക്കറിയാം. ബ്രിട്ടൻ ചില രാജ്യങ്ങളെ കോളനി ആധിപത്യത്തിലാക്കിയിരുന്നു. ഫ്രാൻസ് ചില രാജ്യങ്ങളെ അടിമകളാക്കി. ഇങ്ങനെയുള്ള ചില വാർത്തകൾ നമുക്ക് അറിയാം. ഇപ്പോ ഈ നിയോ കോളനിസം എന്നൊരു വിഷയം വന്നു. അതിൽ ഉക്രൈൻ ബലിയാടാകാൻ പോകുന്നു എന്നുള്ളത് കൺമുൻപിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ചരിത്രത്തിൽ ചില കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയെല്ലാം സഹായിക്കുന്നത് പോലെ സഹായിച്ചിട്ട് ഒരു രാജ്യത്തെ വഞ്ചിക്കാനൊക്കെ സാധിക്കുമോ? വളരെ ഫാഷനബിളായി ഒരു രാജ്യത്തെ അടിമയാക്കാൻ സാധിക്കുമോ എന്നൊക്കെ. ഇതൊക്കെ ഉക്രൈനുള്ളിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഉക്രൈൻ ഇപ്പോൾ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്ന കേഴ്സ് പ്രദേശത്തെ 65% പ്രദേശവും ഉക്രൈൻ നഷ്ടപ്പെടുത്തി. ഇത് പറഞ്ഞത് ഞാനല്ല, ഉക്രൈന്റെ മെയിൻ സ്ട്രീം മീഡിയാസ് ആണ്, പ്രൂഫോടുകൂടി. കൂടാതെ ഉക്രൈനെ എന്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇങ്ങനെ വിഭജിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു? ഈ ഒരു വീഡിയോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 4 ദിവസത്തിൽ നടന്ന സംഭവങ്ങൾ എടുത്ത് നോക്കിയാൽ ഇവയെല്ലാം ഒരു സർക്കിളായി ഫോം ആകും. ചില ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോൺ നേരിട്ട് അമേരിക്കയിൽ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. കണ്ടതിനു ശേഷം 2 നേതാക്കന്മാർക്കും ഇടയിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു. ഇത് നടന്നവസാനിച്ചതിനു ശേഷം ഒരുപാട് വാർത്തകളും പുറത്തു വന്നു. ഇന്ന് UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ ഇതേ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയിട്ടുണ്ട്. നാളെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൌസിലേക്ക് പോയി പ്രധാനപ്പെട്ട മിനറൽസ് ഡീൽ നടത്തും. അതായത് ഉക്രൈനെ എങ്ങനെയെല്ലാമാണ് അമേരിക്കയ്ക്ക് നൽകാൻ പോകുന്നത്, എത്രത്തോളം വിഭവങ്ങൾ ഉക്രൈനിൽ നിന്നും എടുക്കാൻ പോകുന്നു. ഈ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡീൽ നടക്കാൻ പോവുകയാണ്. ആ ഒരു കരാർ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ 3 നേതാക്കന്മാർക്കും ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ സഹായം ചെയ്യുന്ന രീതിയിലോ ഉക്രൈൻ സംബന്ധിക്കുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കുന്ന വിഷയത്തിലോ അല്ല. ആദ്യത്തെ ദിവസം, അതായത് ട്രംപ് ഈ പ്രധാനപ്പെട്ട മിനറൽ ഡീൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ പുറത്തുവന്ന വാർത്ത എന്താണ്? അമേരിക്കയ്ക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, അല്ലെങ്കിൽ RE എന്ന് പറയപ്പെടുന്ന റെയർ എർത്ത് എലമെന്റ്സ് ഉക്രൈനിൽ ധാരാളം ഉണ്ട്. ഇങ്ങനെ ഉക്രൈനിൽ ഒരുപാടുള്ള എലമെന്റ്സ് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് അമേരിക്കയുടെ അഭിപ്രായമായിരുന്നു. ഇന്ന് ഫ്രാൻസിന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ചില മിനറൽസും ഉക്രൈനിലുണ്ട്. അതിനെ ട്രേഡ് ചെയ്ത് അതിന് ഈക്വലായ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ഇത് ഉക്രൈനും സമ്മതിക്കും. ഉക്രൈന്റെ മിനറൽസ് ഞങ്ങൾ എടുത്തിട്ട് അവർക്ക് ആവശ്യമായ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഞങ്ങൾ നൽകാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉക്രൈനെ ഇവിടെ ഒരു ഗെയിമാക്കി മാറ്റുകയാണ്. ആരെല്ലാമാണോ ഇവരെ സഹായിച്ചത് അവർക്ക് ആവശ്യമായത് എല്ലാം, അതായത് ഒരു 10 രൂപയാണ് ഉക്രൈൻ നൽകിയതെങ്കിൽ തിരികെ ഒരു 1000 രൂപയാക്കി എടുക്കുകയാണ്. ഇതിൽ ആദ്യമുള്ളത് അമേരിക്കയാണ്. ഇപ്പൊ ഫ്രാൻസ് അകത്തേക്ക് വന്നല്ലോ. അടുത്ത് ഏതൊക്കെ രാജ്യങ്ങൾ അകത്തേക്ക് വരാൻ പോകുന്നുവെന്നേ അറിയില്ല. തീർച്ചയായും ഇതൊക്കെ സംഭവിക്കും. വ്യക്തമായി പറയണമെങ്കിൽ 1850 മുതൽ 1945 ഈ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ആ സമയം വരെയും ഈ ആഫ്രിക്കയുടെ ചെറിയ മാപ്പ് ഒന്ന് നിങ്ങൾ നോക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണ് ആഫ്രിക്കൻ പ്രദേശങ്ങളെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളത് ഈ മാപ്പിലൂടെ കാണിച്ചിട്ടുണ്ടാകും. ഇതുപോലൊരു മാപ്പ് 2026 നമ്മൾ എടുത്തു നോക്കിയാൽ, അതും ഉക്രൈന്റെ ഒരു ഭൂപടം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ രാജ്യങ്ങൾ ഉക്രൈൻ പ്രദേശങ്ങളെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് ആ ഭൂപടത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ ആരൊക്കെ എടുത്തു എന്നുള്ളതിന്റെ ഒരു മാപ്പും ഉണ്ടാകും. അതുകൂടാതെ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞു. സെക്യൂരിറ്റി ഗ്യാരണ്ടിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല എന്ന് സെലൻസ്കി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മിനറൽസ് എടുക്കുന്ന ഡീലിൽ ഞങ്ങൾക്കായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടിയെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് സെലൻസ്കി പറഞ്ഞു. ഇതിനുള്ള ഉത്തരം ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ ആം നോട്ട് ഗോയിങ് ടു മേക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ബിയോണ്ട് വെരി മച്ച്, വി ആർ ഗോയിങ് ടു ഹാവ് യൂറോപ്പ് ഡു ദാറ്റ്. വളരെ സിമ്പിളായി തന്നെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. സെക്യൂരിറ്റി ഗ്യാരണ്ടി ഞാൻ എന്തിനു നൽകണം? സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇവിടെ ഞാൻ നൽകണമെന്നുള്ള യാതൊരു ആവശ്യവും ഇല്ല. അത് യൂറോപ്പിന്റെ പ്രശ്നമാണ്.
യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഇതൊക്കെ അവർ നോക്കിക്കൊള്ളും. അതായത് ഈ പ്രകൃതി വിഭവങ്ങൾ എല്ലാം അമേരിക്ക എടുക്കും. അതിൽ ഒരു പ്രത്യേക ഷെയർ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം അതെടുത്ത് യൂറോപ്യൻ യൂണിയന് നൽകിയിട്ട് യൂറോപ്യൻ യൂണിയന് നൽകും. അടുത്ത് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിന് അയക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുക, സെക്യൂരിറ്റി അസിസ്റ്റൻസ് നൽകുക, എഗ്രിമെന്റ് സൈൻ ചെയ്ത് യൂറോപ്യൻ യൂണിയനിൽ ചേർക്കുക, മറ്റേതെങ്കിലും അഗ്രിമെന്റിൽ സൈൻ ചെയ്യുക. അടുത്ത് ഇതെല്ലാം യൂറോപ്യൻ യൂണിയൻ തന്നെ നോക്കിക്കൊള്ളും എന്നാണ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞത്. അപ്പോ ഇവിടെ ഈ 500 ബില്യൺ എന്നല്ല, 1 ട്രില്യണോളം വിഭവങ്ങൾ ഇനി ഉക്രൈൻ നൽകിയാൽ പോലും അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്നത് ഇവിടെ ഒരിക്കലും ഉക്രൈന് ലഭിക്കില്ല. അത് വ്യക്തമായിട്ടുണ്ട്. അപ്പോ ഈ ഉള്ള സമയത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഉക്രൈനെ ചൂഷണം ചെയ്യാൻ സാധിക്കും, അതായത് ഈ നിയോ കോളനിസം വഴി ആർക്കൊക്കെ ഉക്രൈൻ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം സംഭവിക്കും. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരാം, ഫ്രാൻസ് എന്തുകൊണ്ട് ഇപ്പോൾ അകത്തേക്ക് വന്നു, അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഗെയിം ഉക്രൈനിൽ ചെയ്യുന്നത് എന്ന്. ഇതിന് ഒരേ ഒരു ലോജിക് മാത്രമാണ്, അല്ലെങ്കിൽ ഇത് ഓൺ ഓഫ് ദ ലോജിക് എന്ന് പറയാം. ലിഥിയം റിസോഴ്സ് എന്നത് ഉക്രൈനിൽ 3.8% ഉണ്ട്. അതായത് മുഴുവൻ ലോകത്തിൽ 3-4% ലിഥിയമാണെന്നത് ഉക്രൈന്റെ മണ്ണിനടിയിലാണുള്ളത്. ഇത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ മുഴുവൻ നോക്കിയാൽ 40% അധികമാണ്. അതായത് മുഴുവൻ ലോകത്തെ എടുത്തു നോക്കിയാൽ ഒരു 3.5-3.8% ആണെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഇത് 40% ആണ്. അതും റെഡി ടു ടേക്ക് എന്ന ആ ഒരു കണ്ടീഷനിലുള്ളത്. ഇത് ഉക്രൈനുള്ളിൽ മാത്രമാണുള്ളത്. ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു കണക്കാണ്. ഏതൊക്കെ രാജ്യത്തിന്റെ പക്കൽ എത്ര റിസോഴ്സ് ഉണ്ട്, ഏതൊക്കെ രാജ്യം എത്ര ലിഥിയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ ചിലിയുടെ പക്കൽ 9 മില്യൺ ടൺസിലധികം ലിഥിയം റിസോഴ്സ് ഉണ്ട്. ഇതിൽ 3-ാം സ്ഥാനത്ത് ചൈനയുണ്ട്. അവരുടെ പക്കൽ 2 മില്യൺ ടൺസിലധികമുണ്ട്. അടുത്തുള്ളത് അമേരിക്കയാണ്. ഏകദേശം 1 മില്യൺ ടൺസിലധികം റിസോഴ്സ് അവരുടെ പക്കലുണ്ട്. ഇനി ഉക്രൈന്റെ ഈ ഒരു ഷെയറും അമേരിക്കയുടെ കൂടെ ചേരുകയാണെങ്കിൽ ലോക ഷെയറിൽ 7%-ലുള്ള അമേരിക്ക അടുത്തൊരു 10%-ലധികം പോകും. അതായത് ചൈനയുടെ 4-3 അളവോളം ഇവരെ കൊണ്ട് മാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോ ഇവിടെ റെയർ എർത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ് എന്നത് മറ്റ് റിസോഴ്സസുമായി അവസാനിക്കാതെ ലിഥിയം വാർ എന്നത് ഉക്രൈനിൽ തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അതും ഇനി ഔട്ട്സോഴ്സ് ചെയ്യുന്നതിൽ ഈ 2025 കണക്കനുസരിച്ച് നോക്കിയാൽ 1.5 മില്യൺ ടണ്ണോളം പ്യൂരിഫൈ ചെയ്ത ലിഥിയത്തിന്റെ ആവശ്യമുണ്ട്. അതും ഈ ലോകം മുഴുവനിലും ആവശ്യമായുണ്ട്. ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു റിപ്പോർട്ടാണ്. എന്നാൽ ഇപ്പോൾ വരെയും ആരും ആ ഒരു ഗോൾ റീച്ച് ചെയ്തിട്ടില്ല. അപ്പോ അമേരിക്കൻ കമ്പനി ഇത് പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ചൈന കമ്പനി വീണ്ടും റിസോഴ്സ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാകും. ഇതിൽ ആദ്യത്തെ 3 സ്ഥാനത്തുള്ളത് ചിലി, ഓസ്ട്രേലിയ, അർജന്റീനയാണ്. ഓസ്ട്രേലിയ അമേരിക്കയുടെ സപ്പോർട്ടുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യം. മറ്റ് രാജ്യങ്ങൾ അങ്ങനെ വലുതായി അമേരിക്കക്കെതിരായി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു നേരിട്ടുള്ള സംഘർഷം ഉക്രൈന്റെ ഈ റിസോഴ്സസിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോവുകയാണ്. അവർക്കുള്ളിൽ ഉണ്ടാകുന്ന സംഘർഷം ഉക്രൈനെ കാരണമായി കാണിച്ച് അമേരിക്ക ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക പ്യൂരിഫൈ ചെയ്യുന്ന ലിഥിയം റിസോഴ്സ് എന്നത് ലോകത്തിൽ ടോപ്പ് 10-ൽ പോലും ഇല്ല. പക്ഷെ ചൈന ആദ്യ സ്ഥാനത്താണുള്ളത്. ചൈന അത്രത്തോളം പ്രൊഡക്ഷൻ അധികമാക്കുന്നുണ്ട്. എന്നാൽ ആ ലിസ്റ്റിൽ ടോപ്പ് 10-ൽ പോലും അമേരിക്ക ഇല്ല. അപ്പോ ഉക്രൈനെ കാരണമായി കാണിച്ചുകൊണ്ട് അമേരിക്ക ഇവിടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഉക്രൈന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഉക്രൈനെ വിഭജിച്ചെടുക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് റഷ്യയുടെ ദിമിത്രി പെസ്കോ, ക്രെംലിന്റെ സ്പോക്സ് പേഴ്സൺ, അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു വച്ചിരിക്കുന്ന കേഴ്സൺ, സാബ്രോസീഷ്യ, ഡൊണറ്റ്സ്, ലുഹൻസ്, ഡോൺബോസ് റീജിയൻ, ഈ റീജിയൻസ് എല്ലാം, അതായത് ഞങ്ങൾ എത്രത്തോളം പ്രദേശം പിടിച്ചു വെച്ചിട്ടുണ്ടോ അത് റഷ്യക്ക് മാത്രമാണ് സ്വന്തം. ഇവിടെ റഷ്യൻ പ്രദേശങ്ങളായി ഞങ്ങൾ ഇതിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുമായി ഒന്നിച്ചു ചേർന്ന പ്രദേശമാണ്. ഇതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്ത പോലും ആർക്കും വേണ്ട. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഇത് മുഴുവനായും റഷ്യൻ പ്രദേശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഉക്രൈൻ പിടിച്ചുവച്ചിരിക്കുന്ന പ്രദേശങ്ങളെ തിരികെ കൊടുത്തിട്ട് തങ്ങളുടെ പ്രദേശങ്ങളെ വാങ്ങണമെന്ന ഒരു ചിന്ത ഉക്രൈൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്നുള്ളത് ഇപ്പോ വ്യക്തമായി. ഇതിൽ മറ്റൊരു കാര്യം, കീവ് ഇൻഡിപെൻഡന്റ് വന്ന മറ്റൊരു വാർത്തയാണിത്. ഇത് ഉക്രൈന്റെ ഒരു ടോപ്പ് മീഡിയ ആണ്. അതിൽ പറഞ്ഞത് 64%-ലധികം കേർസ്കിൽ ഉക്രൈൻ പിടിച്ചെടുത്ത പ്രദേശം ഇപ്പോ റഷ്യൻ കൈകളിലാണ് ഉള്ളത്. അതിന്റെ ലേറ്റസ്റ്റ് ഇൻസിഡന്റ് ആണ് നിക്കോളാസ് പ്രദേശം റഷ്യൻ സൈന്യം ഒറ്റ രാത്രിയിൽ പിടിച്ചെടുത്തത്. ഇതൊരു ചെറിയ വാർത്തയെ നിങ്ങൾക്ക് തോന്നാം, ഒറ്റ പ്രദേശമല്ലേ പിടിച്ചെടുത്തു എന്ന്. പക്ഷേ
ഈ ഒറ്റ രാത്രിയിൽ അവർ പിടിച്ചെടുത്ത മുഴുവൻ ചതുരശ്ര കിലോമീറ്റർ എത്രയാണെന്ന് അറിയണ്ടേ? 90 സ്ക്വയർ കിലോമീറ്ററിലധികം പ്രദേശം ഒറ്റ ദിവസത്തെ രാത്രി ബാറ്റിൽ പിടിച്ചെടുത്തു. ഇത്രത്തോളം പിടിച്ചെടുത്തെങ്കിൽ ഉക്രൈൻ അതിനൊരു വില നൽകിയിട്ടുണ്ടാകണമല്ലോ. അത്രയും സൈനികരെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകണം. ആ സ്ഥലത്ത് പ്രോപ്പറായി സപ്ലൈസ് ഇല്ലാതെ, പ്രോപ്പറായി യാതൊരു വെപ്പൺ സിസ്റ്റവും ഇല്ലാതെ 100 കണക്കിന് ഉക്രൈൻ സൈനികർ ആ സ്ഥലത്ത് അകപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ കണക്ക് ഇതുവരെയും പുറത്തു വന്നില്ല. ഉക്രൈന്റെ കാര്യവും പുറത്തറിയുന്നില്ല. ഉക്രൈൻ മാധ്യമം ഈ വാർത്ത അംഗീകരിച്ചു. റഷ്യ വീണ്ടും ക്യാപ്ചർ ചെയ്തു, ഇത്രത്തോളം സ്ഥലങ്ങൾ പിടിച്ചെടുത്തുവെന്ന്. അപ്പോൾ അവിടെ ഉക്രൈൻ ഉണ്ടായ നഷ്ടം എന്നത് തീർച്ചയായും ട്രിപ്പിൾ ഡിജിറ്റ് കഴിയും. ഇതിൽ യാതൊരു മാറ്റവും വേണ്ട. റഷ്യക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനേക്കാൾ പല മടങ്ങ് പ്രശ്നം, ഏകദേശം ഒരു 3 മടങ്ങ് പ്രശ്നമായിരിക്കും ഉക്രൈന് സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഒരു ഭാഗത്ത് ഉക്രൈന്റെ ഭൂമിയെല്ലാം വിഭജിച്ചെടുക്കാൻ പോകുന്നു, മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ സൈനികരെ റഷ്യക്കാർ എത്രത്തോളം ആക്രമിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്രമിച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഈ ഒരു നെഗോസിയേഷൻ നടക്കാൻ പോകുന്നു. അതും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടക്കുന്ന ഒരു നെഗോസിയേഷൻ അല്ല. ഉക്രൈന്റെ മിനറൽസ് വാങ്ങാനായി വെസ്റ്റേൺ കൺട്രീസും ഉക്രൈന്റെ ഭൂപ്രദേശങ്ങളെ വാങ്ങാൻ റഷ്യയ്ക്കും ഉക്രൈനെ പോലും ബന്ധിപ്പിക്കാതെ, ഉക്രൈനെ വിളിക്കാതെ നടക്കുന്ന ഒരു ചർച്ചയാണ്. അതാണ് ഈ റഷ്യ ഉക്രൈൻ പീസ് ടോക്സ്. അതിന്റെ ഒരു ചെറിയ തുടക്കമാണ് ഇസ്താൻബുളിൽ നടന്നവസാനിച്ചത്. അമേരിക്കൻ അധികാരികൾക്കും റഷ്യൻ അധികാരികൾക്കും ഇടയിൽ നടന്നവസാനിച്ചു. ഇതിന്റെ വാർത്തകൾ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ഉക്രൈന്റെ റിസോഴ്സസിനെ ഇവിടെ എല്ലാവരും ചേർന്ന് ചൂഷണം ചെയ്തെടുക്കാൻ പോകുന്നുവെന്നുള്ളത് ഉറപ്പാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.